ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഉള്ളി, തക്കാളി, കറിവേപ്പിൻ്റെ ഇല, പിന്നെ ചിക്കനാണ് കഴുകി വെച്ച ചിക്കന്, പിന്നെ ചുവന്ന മുളക്, അതിൻ്റെ കൂടെ നമുക്ക് കുരുമുളക്, ഏലക്കായ്, കറുകപ്പട്ട ഒക്കെ കൂടി ചൂടാക്കി പൊടിച്ചെടുക്കണം. ചിക്കനിലേക്ക് മുളക്, മല്ലി, മഞ്ഞൾ കുറേശ്ശെ ഇട്ട് ഒന്ന് ഉപ്പ് തേച്ച് കുഴച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെക്കാം. ആ പാത്രത്തിൽ തന്നെ നമുക്ക് ചുവന്നമുളകും, ഏലക്കായും, പട്ടയും, നല്ല ജീരകവും, പെരുംജീരകവും, കുരുമുളകും എല്ലാം കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ടത് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷമാണ് നമ്മൾ കറിയിലേക്ക് ഇടുക. പച്ചമല്ലിയാണ് ഇടേണ്ടത്. അതെൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ പൊടിച്ച മല്ലിയാണ് ചേർത്തത്. മിക്സിയുടെ ജാറിലേക്ക് വെച്ചതിന് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കുക. ഇനി ആ പാനിൽ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി, പച്ചമുളക് ഇട്ടും കണ്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം വഴറ്റിയെടുക്കണം. നമുക്ക് മറ്റേ ചൂടാക്കി വെച്ച സാധനങ്ങളെല്ലാം പൊടിച്ചിങ്ങാണ്ട് അവിടെ വെക്കാം. ഇനി ഇത് വഴറ്റിയതിന് ശേഷം മസാല തേച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടൊന്ന് നല്ലോണം വേവിച്ചെടുക്കുക. വെന്തതിൻ്റെ ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് സോയാ സോസ് ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനത് മറന്നുപോയതാണ്. ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ഇപ്പം നോക്കണം കേട്ടോ എന്തോന്ന്. എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടച്ച് വെക്കുക. അപ്പം ഞാൻ 10 മിനിറ്റ് അതിൻ്റെ ശേഷം തുറന്നെടുത്തിട്ടാണ്. ഇപ്പോഴാണ് ഞാൻ സോയാ സോസ് ഒഴിക്കുന്നത്. നമുക്ക് പൊടിച്ച് വെച്ച ആ പൗഡർ ഇട്ട് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം കേട്ടോ. ഈ പൗഡറാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അതിട്ട് നല്ലോണം, എൻ്റെ കയ്യിൽ മൊബൈലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ആവുന്നത് കേട്ടോ. വീഡിയോ കയ്യിൽ ഫോൺ വെച്ചുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ്. ഇതിന് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. ഞാനിവിടെ കുറച്ച് സോസ് വയ്ക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് എരിവ് ഉള്ളത് കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സോസ് വയ്ക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കും അത് ഉപയോഗിക്കാം.